ദേ ഈ കണ്ണീര് കാണാനാണ് എനിക്ക് ഒരു താല്പര്യമില്ല. ഇങ്ങനെയൊക്കെ രഘുവേട്ടനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണോ? രഘുവേട്ടനെ എന്ത് പറഞ്ഞ അവൻ ഭീഷണിപ്പെടുത്തിയതെന്ന് പറയും, എന്ത് പറഞ്ഞ അടിമയാക്കിയതെന്ന് പറയും. എന്ത് ഭീഷണിയുടെ പേരിലായാലും രഘുവേട്ടൻ ഇങ്ങനൊരു വേഷം കെട്ടി അവന് വേണ്ടി സംസാരിക്കുന്നത് കേൾക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടായാൽ അവിടെ രഘുവേട്ടന്റെ ശിരസ് ഉയർന്നു നിൽക്കുന്നത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തിയാണ് ഞാൻ. അവൻ അടിച്ചേൽപ്പിക്കുന്ന ജോലിയൊന്നും നമുക്ക് വേണ്ട രഘുവേട്ട. രഘുവേട്ടൻ അതവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. രഘുവേട്ട, നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ ഒരു പിടി അരി മതി നമുക്ക്. രഘുവേട്ടൻ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കും പ്ലീസ്. എടി, ഞാൻ എന്ത് സംസാരിക്കണമെന്നാ നീ പറയുന്നത്? എന്റെ മകന്റെ കമ്പനി ഞാൻ ജോലിക്ക് പോകുന്നതില് എന്തോ വലിയ അപരാധമാണെന്ന് നിങ്ങളൊക്കെ കൂടെ കണക്കാക്കുന്നു. ഞാനെന്താ അത് സമ്മതിച്ചു തരണോ? എനിക്കതിൽ ബുദ്ധിമുട്ടുണ്ട്. അല്ല, അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ രഘുവേട്ടൻ മറന്നു കളഞ്ഞോ? നിത്യയുടെ അച്ഛനെ കൊന്നത്, നിത്യയെ കൊല്ലാൻ ശ്രമിച്ചത്, എനിക്ക് നേരെ കത്തിയെടുത്തത്, ഇതൊക്കെ രഘുവേട്ടൻ നേരിട്ട് കണ്ടതല്ലേ? ഒരിക്കൽ ഒരു കൊടുങ്കാറ്റ് അടിച്ചു പോയാൽ പിന്നെ അതിങ്ങനെ തുടർന്ന് അടിച്ചുകൊണ്ടേയിരിക്കണമെന്നുണ്ടോ? മക്കൾക്ക് തിരുത്താൻ വേണ്ടി അച്ഛനമ്മമാരെ അവസരം കൊടുക്കാറില്ലേ? ഞാൻ അതുപോലൊരു അവസരം അവനങ്ങ് കൊടുത്തു. അതിനെന്താ കുഴപ്പം? ഇങ്ങനെ ചോദിക്കുമ്പോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനും രഘുവേട്ടനും പങ്കിട്ട കുറെ വേദനകളുണ്ട്. ആ വേദനകളെല്ലാം അറിയുന്ന രഘുവേട്ടന് എന്നോടിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നത്. രഘുവേട്ടൻ ഇതെന്റെ അപേക്ഷയാ. രഘുവേട്ടൻ ആരെയും വെറുപ്പിക്കരുത്. രഘുവേട്ടനെ സ്നേഹിക്കുന്നവരെ ചതിക്കരുത്. അവന്റെ അടുത്തേക്ക് ഇനി പോകരുത് പ്ലീസ് രഘുവേട്ടൻ. സോറി. ഇനി ആരും എന്റെ ജീവിതത്തിൽ എന്നെ ഇങ്ങനെ ഉപദേശിക്കണ്ട. അഥവാ ആരെങ്കിലും ഉപദേശിച്ചാലും അത് ചെവിക്കൊള്ളാൻ എനിക്ക് താല്പര്യമില്ല. JR എന്നെ മകനെ കുറിച്ച് ആവശ്യമില്ലാത്ത ചർച്ചകൾ പോലും ഈ വീട്ടിലുണ്ടാവുന്ന എനിക്ക് ഇഷ്ടമല്ല. അയാളൊരു വലിയ ബിസിനസ് മാനാ. ആ റെസ്പെക്റ്റിൽ വേണം അയാളോട് സംസാരിക്കാൻ. എടി, നമുക്ക് കുറച്ച് ആദർശം ഉണ്ടെന്ന് തോന്നിയാ ചുറ്റുമുള്ളവര് അതങ്ങ് ആഘോഷിക്കും. അവരെല്ലാം കൂടി നമ്മളെ വല്ലാണ്ട് അങ്ങ് പ്രോത്സാഹിപ്പിച്ചു കളയും. ഈ ചാവാലി കൂട്ടങ്ങളുടെ ആരാധന കിട്ടുന്നത് വലിയ കാര്യമൊന്നുമല്ല. ജീവിതം ആസ്വദിക്കണം, ഭംഗിയായിട്ട് ആസ്വദിക്കണം. അതാണ് വേണ്ടത്.